പത്തിയൂർ പഞ്ചായത്ത് 6-ാം വാർഡിൽ കാവിൽ നഗറിൽ 104-ാം നമ്പർ അംഗനവാടി കെട്ടിടം ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കുന്നതിന്റെ ശിലാസ്ഥാപനം നടത്തി ചെറിയാൻ ഫൗണ്ടേഷൻ ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ സജി ചെറിയാനും പത്നി എൽസിയും ചേർന്ന് നിർവഹിച്ചു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ കാവിൽ നഗറിൽ 104-ാം നമ്പർ അംഗൻവാടിയുടെ കെട്ടിടം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി ജില്ലയിൽ തന്നെ ഏറ്റവും പുതുമയുള്ള ഹൈടെക് അംഗൻവാടിയായി പുനർനിർമ്മിക്കുന്നു. സോളാർ വൈദ്യുതി, എയർ കണ്ടീഷൻ, പഠനമുറി, കളിസ്ഥലം, കിച്ചൺ ഉൾപ്പെടെയുള്ള ബഹുനില ഹൈടെക് അംഗൻവാടിയുടെ ശിലാസ്ഥാപനം ചെറിയാൻ ഫൗണ്ടേഷൻ ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ സജി ചെറിയാനും പത്നി എൽസിയും ചേർന്ന് നിർവഹിച്ചു. നമ്മൾ ഈ നാട്ടിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അംഗനവാടി ആശാൻ നമ്മളെ പഠിക്കുന്ന അംഗനവാടി എന്നല്ല, നമുക്ക് ഒരു ആശാൻക്കാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇന്ന് കാലം മാറി, ടെക്നോളജി മാറി, വളരെ നൂതനമായ ടെക്നോളജി കൂടെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവർക്ക് തുടക്കത്തിൽ ഒരു അംഗനവാടി, ഹൈടെക് അംഗനവാടി എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമുക്കൊക്കെ ഫോണിനെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ 2 വയസ്സുള്ള ഒരു കുഞ്ഞെടുത്ത് ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിശയം തോന്നും. അവർക്കറിയാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെങ്കിൽ പുതിയ നൂതന ടെക്നോളജിയിലൂടെ അവരെ കൊണ്ടുപോകുമെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകാനും നമ്മുടെ ഈ കേരളത്തിന് മുതൽക്കൂട്ടായിട്ട് മാറാനും ഇവർക്ക് സാധിക്കുകയുള്ളൂ. അതിന് ഞാനൊരു വ്യക്തി മാത്രമാണ്. ആ വ്യക്തി നിന്നുകൊണ്ട്, എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള എന്ത് സൽക്കർമ്മങ്ങളാണെങ്കിലും ഞാൻ, എൻ്റെ കുടുംബവും എപ്പോഴും ഈ നാടിന് വേണ്ടി ഉണ്ടായിരിക്കും. എനിക്ക് വേണ്ടത് എൻ്റെ നാട്ടുകാരാണ്. ഈ നാട്ടിലെ നാട്ടുകാരിൽ ഒരാളായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഇപ്പം സുകുമാരൻ പറഞ്ഞ പോലെ കുറച്ച് പൈസ ഉണ്ടാക്കി അക്കൗണ്ടിൽ ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ കോടികൾ കൊണ്ടുവന്ന് ഫെഡറൽ ബാങ്കിൽ ഇട്ടാൽ അത് നിങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് 5-10 ലക്ഷമായിട്ട് ലോൺ തന്നിട്ട് ഇതിൻ്റെ ഡബിളായിട്ട് അവർ വാങ്ങും. അതെൻ്റെ പൈസയാണ്. അപ്പം അത് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുള്ളത് കൊണ്ട് അതിൽ നിന്നുകൊണ്ട് കിട്ടുന്നതിൽ നിന്ന് നാട്ടുകാർക്കും ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ സഹായിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളായിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം. ചടങ്ങിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് ആർ സുലേഖ, ജില്ലാ പഞ്ചായത്ത് അംഗം ലിഷ അനുപ്രസാദ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുകുമാരൻ, വാർഡ് മെമ്പർ ബി ഹരികുമാർ, CDS ചെയർപേഴ്സൺ ജലജ, ഷാജി കല്ലറയ്ക്കൽ, സമീർ ചെങ്കോട്ടയിൽ, രഞ്ജിത്ത് ആയിക്കുന്നത്ത്, രാജൻ പാരൂർ, ഉദയഭാനു, ഷാജി നസ്നി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു എസ്, ICDS സൂപ്പർവൈസർ ചിത്ര എന്നിവരും സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.